പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോണത്. ഇലയിൽ ഉണ്ടാക്കുന്ന ഓട്ടട. നമ്മൾ അടയൊക്കെ പുഴുങ്ങി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഇത് ഓട്ടടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്ന് ആട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ആട്ടയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 2 ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ആട്ടയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് തള്ളിയെടുക്കണം. ഇതിനകത്ത് തരിയുണ്ട്. അപ്പോൾ അത്ര സ്മൂത്തായിട്ട് അട കിട്ടണമെങ്കിൽ നമുക്കതൊന്ന് തെള്ളിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് തെള്ളി എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്, ആട്ടയാണ്. 2 ഗ്ലാസ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതിന് 1 മുറിക്ക് മേളിൽ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ വേണമെന്നില്ല, ഇതിൻ്റെ പകുതി എടുത്താലും മതി. കുറച്ച് തേങ്ങ വേണം, പിന്നെ കുറച്ച് ശർക്കര, ഒരു 3-4 കഷ്ണം പൊട്ടിച്ച് ഇട്ടിരിക്കുകയാണ്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിനകത്ത് കരട് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. ഇതധികം വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി വെള്ളമില്ല. അതുകൊണ്ട് ഉടനെ ഇതിലേക്ക് തേങ്ങ ഇടുക. തേങ്ങയിൽ കുറച്ചിട്ട് കൊടുക്കും. കുറച്ച് തേങ്ങയും കൂടി ഇടാം. മധുരം വേണ്ടവർക്ക്, നന്നായിട്ട് മധുരം വേണമെങ്കിൽ ശർക്കരയും കൂടി ഇടുക. ഇല്ലെങ്കിൽ ഇച്ചിരി ചിരണ്ടി ചേർത്താലും മതി. സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്ക് ഒരുപാട് മധുരം വേണ്ട, അതുകൊണ്ടാണ് തേങ്ങ കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കും ജീരകവും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചുക്കും ജീരകവും പൊടിച്ചത്, അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കുക. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇപ്പം ചുക്കും ജീരകം കയ്യിലുള്ളതുകൊണ്ട് അതാണ് ഇട്ടത്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ആറട്ടെ. ആറിയിട്ട് എടുക്കുക. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഗ്ലാസ്സിനാണ്. അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട, ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കണ്ട. വെള്ളം ഒഴിച്ച് സാധാരണ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. മധുരം ഇഷ്ടമല്ല എങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനുണ്ടാക്കാം. ഇങ്ങനെ ലൂസായിട്ട് കുഴച്ച് വയ്ക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇനി 3-4 ഇല എടുത്ത് കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. 3-4 ഇലയുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു ശകലം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് കട്ടിയിലിടരുത്, കനം കൂടണ്ട. ഇത്രയും ഇലയിലേക്കിട്ട് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ഇട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. സ്വല്പം ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ച് വെള്ളം തൊട്ട് ഇങ്ങനെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നന്നായിട്ട് നീട്ടി പരത്താൻ പറ്റും. എന്നാലേ നൈസായിട്ടിരിക്കുകയുള്ളൂ. കനമായിട്ടിരുന്നാൽ കൊള്ളുകയില്ല. നൈസായിട്ടിരിക്കണം. അത് ഇങ്ങനെ പരത്തി നീട്ടി പരത്താം.
ഇതിൽ നിന്ന് ശകലം കോരി അടയ്ക്കകത്തേക്ക് വയ്ക്കാം. ഇങ്ങനെ ഒരു ഇറമ്പി വെച്ച് കൊടുത്താൽ മതി. എളുപ്പത്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇലയെല്ലാം നിരത്തി വെച്ച് എല്ലാത്തിലും ഇച്ചിരി ഇച്ചിരി മാവ് ഇട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് പരത്തി കഴിഞ്ഞാൽ ഇതെടുത്ത് ഇങ്ങനെ വയ്ക്കാം. ശർക്കര വെച്ച് കൊടുക്കാം. ഒരു പഴയ പാൻ വേണം വയ്ക്കാൻ. പഴയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ ചട്ടി ആയാലും മതി. ഓട്ട ആയിട്ട് ഉണ്ടാക്കുമ്പം നമ്മുടെ നല്ല ദോശക്കല്ലോ ഫ്രൈങ് പാനൊക്കെ വെച്ചാൽ അതൊക്കെ കരിഞ്ഞു പോവും. പിന്നെ ദോശക്കല്ലേ ദോശ ഉണ്ടാക്കാനൊന്നും പറ്റാതെ വരും. അതുകൊണ്ട് പഴയ ഒരു പാത്രമേ വെക്കാവുള്ളൂ. ഒന്നുകിൽ മൺചട്ടിയോ ഈ മീൻചട്ടി പോലത്തെ അതൊക്കെ വലുത് മേടിക്കാൻ കിട്ടും. അതൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഈ ഓട്ടട മടക്കി ഇട്ട് ചൂടാക്കാം. തീ എത്രയും കുറച്ചേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇല കരിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകും. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. കൈ പൊള്ളാതെ വേണം മറിച്ചിടാൻ. ഇങ്ങനെ മറിച്ചിടാൻ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴേ എല്ലാ ഭാഗവും വേഗത്തുള്ളൂ. തീ കുറച്ച് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇല കരിഞ്ഞങ്ങ് പോകും. അടയിട്ട് വേഗത്തുമില്ല. പിന്നെ നൈസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല. വാടാൻ തുടങ്ങി, നന്നായിട്ട് വാടിയിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതൊക്കെ മൂത്തിട്ടുണ്ട്, എന്നാലും തിരിച്ചിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് മൊരിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. കടിച്ച് തിന്നാൻ പരുവത്തിന് ഒത്തിരി മൊരിഞ്ഞു പോയാൽ കടിക്കാൻ പാടാവും. വേറെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്താൽ ഇങ്ങനെ നിർത്തി ഈ മൂട് ഭാഗമൊക്കെ വേഗം നിർത്താം. ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. ഓട്ടട റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇലയിൽ വേവിച്ച് വാട്ടിയെടുത്തതാണ്. ഇത് മുറിച്ച് കാണിക്കാം. അകത്ത് ശർക്കരയൊക്കെ വെച്ച് ചുക്കും ജീരകമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. ഇത് 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ചെടുത്താൽ മതി. ആവിയിലെങ്ങും പുഴുങ്ങണ്ട. ഇപ്പോൾ കാണിച്ച പോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ആ 2 ഗ്ലാസ് പൊടി കൊണ്ട്, ഗോതമ്പ് പൊടി കൊണ്ട് 10 ഓട്ടട ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.